പള്ളിക്കഞ്ഞി വാങ്ങിക്കാൻ പോവാണ് കേട്ടാ. പള്ളിക്കഞ്ഞി കിട്ടിയിട്ടാ നമുക്ക്. പള്ളിക്കഞ്ഞിയെ കിട്ടിയിട്ടുണ്ടേ തന്നെയാണേ. അപ്പം ഞാനിത് നാവക്കോട് പള്ളിയിൽ നിന്നുണ്ടാ ഇന്ന് എൻ്റെ നോമ്പ് കുറിക്കൽ ഈ പള്ളിക്കഞ്ഞി മേടിക്കാൻ വന്നിരിക്കുന്നത്. ഇന്ന് റമദാൻ 24 അപ്പോൾ ഇന്ന് ഇവിടെ ഞാൻ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ കഞ്ഞി വാങ്ങിക്കാൻ വന്നിട്ടുള്ളത്. വണ്ടിയിലാണേ. അങ്ങനെ ഞാൻ പള്ളിക്കഞ്ഞി മേടിച്ചിട്ട് എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കിന്ന് പറയാനുള്ളത്, പുണ്യ റമദാൻ മാസത്തിലെ ആ വിശുദ്ധമായ രാവിനെ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. ആ ഒരു രാത്രിയിൽ ആ രാത്രിയെ വരവേൽക്കാനായിട്ട്, ആ രാവ് കാണാനായിട്ട് അല്ലേ. അപ്പോൾ ഇന്ന് 24 രാവാണ്. ലൈലത്തുൽ ഖദർ എന്ന ആ രാവിൻ്റെ മഹാത്മ്യം അറിയുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് ഞാൻ ഇതിന് തൊട്ട് മുന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താമെന്ന് പറയുകയും പേഴ്സണലായിട്ട് വിളിക്കുകയൊക്കെ ചെയ്തു. ഒരുപാട് നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് കേട്ടോ. ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. ഇന്നിപ്പോൾ ഞാൻ പള്ളിക്കഞ്ഞി മേടിക്കാൻ പോയത് നാവക്കോട് പള്ളിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ട ഈ റമദാൻ 1 മുതൽ 24 വരെ റമദാൻ നോമ്പാണ്. ഇന്ന് 24 ഈ ഒരു റമദാൻ കാലഘട്ടത്തിൽ, ഈ ഒരു റമദാനിലെ ദിവസത്തിലെ പ്രത്യേകത എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ജാതി മത വർഗ ഭേദമന്യേ പള്ളികളിൽ കഞ്ഞി കൊടുക്കുന്നു. അവിടെ ഹിന്ദു മതസ്ഥരും ക്രിസ്ത്യൻസ് വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ പള്ളികളിൽ പോയി കണ്ടവിടെ നിന്നൊക്കെ ഹിന്ദുവായ ചേച്ചിമാരും ഏട്ടന്മാരൊക്കെ വന്നിട്ട് പള്ളിക്കഞ്ഞി മേടിക്കുന്നതായി കണ്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു നേരത്തെ ഭക്ഷണം മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക, സദക്ക ചെയ്യുക എന്ന് പറയില്ലേ, ആ ഒരു കാര്യമൊക്കെ എനിക്കതൊന്നും മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ വിശുദ്ധ ഖുർആനെ മനഃപ്പാഠമാക്കി അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വിശദമായിട്ട് 1-2 കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനും ഉണ്ട്. പക്ഷേ ചില ആളുകൾ പിന്നെ ദീനിനെയും പിന്നെ ആ ഒരു ജനിച്ച മതത്തെയും മതബോധമില്ലാതെ അല്ലെങ്കിൽ ദീനീബോധമില്ലാതെ സംസാരിക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുകയാണ്. പിന്നെ ഈ പട്ടിണി കിടന്നിട്ടാണ് ഈ നോമ്പ് നോൽക്കുന്നത്, അല്ലെങ്കിൽ ഇത് കള്ള നോമ്പാണ്, നമുക്ക് ഇഷ്ടം പോലെ ഫുഡ് കഴിക്കുക, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പണ്ട് ചില ആളുകളൊക്കെ സംസാരിക്കുന്നുണ്ടു. ഈ ആരിഫ് ഹുസൈനെ പോലെയുള്ള ചില ആളുകൾ ഇതിനെ എതിർക്കുന്ന ആ ഒരു കൂട്ടം ആളുകളാണ്. അപ്പോൾ അവരോടൊന്നും നമുക്ക് സംസാരിക്കാനില്ല. പിന്നെ ഹിന്ദു മതത്തിൽ നിന്ന് മുസ്ലിം മതത്തിലേക്ക് പോയ ഒരുപാട് ആളുകളെ എനിക്കറിയാം കേട്ടോ, പേഴ്സണലായിട്ട് എനിക്കറിയാം. പക്ഷേ അവർ ഇന്ന് വരെ സ്വന്തം മതത്തെ കുറ്റപ്പെടുത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ മതം ശരിയല്ലാഞ്ഞിട്ടാണ് മറ്റു മതത്തെ അവർ അംഗീകരിച്ചുകൊണ്ട് പോകുന്നത്. അതിലൊന്നും ഞാൻ തെറ്റു പറയുന്ന ആളും അല്ല. പക്ഷേ നമ്മൾ ഏത് മതമാണോ സ്വീകരിച്ചത് ആ മതത്തിനെ തന്നെ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നുകയാണ്. കാരണം ഇപ്പോൾ ഞാനൊരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിന്ദു മതത്തിൽ നിന്ന് മുസ്ലിം മതത്തിലേക്ക് പോയ ഒരാൾ, അവർ പിന്നെ എന്താ പറയുക, ആ ഒരു മുസ്ലിം മതത്തെയും അല്ലെങ്കിൽ ആ മുസ്ലിം മതത്തിലെ ഉസ്താദുമാരെയൊക്കെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതായി കണ്ടു. ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ഉസ്താദുമാരുടെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലെങ്കിൽ അത് നിങ്ങൾ ആ ഭാഗത്തേക്ക് പോവാതെ നമ്മൾ ഏക ദൈവത്തെ വിശ്വസിച്ചിട്ടാണ് ആ ഒരു മതത്തിലേക്ക് പോയതല്ലേ. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഭാഗത്തെ കാര്യങ്ങൾ മാത്രം നമ്മൾ പുറത്ത് സംസാരിക്കുക, മറ്റുള്ളവരോട് പറയുക. എന്നാലാണ് പൂർണ്ണമായും ആ മതത്തിൻ്റെ പൂർണ്ണതയിലെത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇത് ഒരു പുണ്യ റമദാൻ മാസമായതുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു രാത്രി കഴിഞ്ഞാൽ ഏതു നിമിഷവും നമുക്ക് ആ ഒരു പുണ്യരാവിലേക്ക് എത്താനുള്ള ഒരു ആത്മീയമായിട്ടുള്ള നമ്മളുടെ ഈ ഒരു മനസ്സ് നമ്മൾ പാകപ്പെടുത്തുന്നുണ്ടല്ലോ. ആ ഒരു സമയത്ത് കൂടെ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെയും വൃത്തികേട് പറയാതെയും ഇരുന്നുകൂടെ എന്ന് എൻ്റെ ഒരു അപേക്ഷ മാത്രമാണ്. എന്തായാലും ഇന്ന് റമദാൻ 24 എൻ്റെ ഈ വർഷത്തെ പുണ്യ റമദാൻ മാസത്തിലെ 24ാമത്തെ നോമ്പും എൻ്റെ ഇവിടെ പൂർണ്ണമാവുന്നു. അപ്പോൾ പൂർണ്ണതയിലേക്ക് എത്തി റമദാൻ 24. നമുക്ക് ആ ഒരു രാവിന് വേണ്ടി മനസ്സും ശരീരവും സജ്ജമാക്കിക്കൊണ്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ആ ഒരു രാവിന് വേണ്ടി, ലൈലത്തുൽ ഖദറിന് വേണ്ടി. ഞാൻ നിങ്ങളൊപ്പം ഉണ്ട്.